നടൻ സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുക. അതിനിടെ കേസിൽ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ SIT പരിശോധന നടത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, ഈ വനിത ആദ്യം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ്. ഇപ്പോൾ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നു. മാസ്കറ്റ് ഹോട്ടലിൽ അന്നേ ദിവസം ഈ യുവതി ആരോപണം ഉന്നയിച്ച അന്നേ ദിവസം സിദ്ദിഖ് ഉണ്ടായിരുന്നു. രജിസ്റ്ററിലടക്കം പരിശോധന നടത്തി. എന്താണ് ഇന്നത്തെ SITയുടെ അന്വേഷണത്തിൻ്റെ ഒരു രീതി, മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സിജു, ഇന്ന് പ്രാഥമിക തലത്തിലുള്ള അന്വേഷണമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് മസ്കറ്റ് ഹോട്ടലിൽ, തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ രജിസ്റ്ററുകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സന്ദർശകരുടെയും അതിനൊപ്പം തന്നെ മസ്കറ്റ് ഹോട്ടലിൽ മുറിയെടുക്കുന്നവരുടെയും പേരുകളും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ മസ്കറ്റ് ഹോട്ടലിൽ രാവിലെ 10:00-ക്ക് ശേഷം എത്തി ഈ രേഖകൾ പരിശോധനയ്ക്ക് ശേഷം അല്പസമയം മുൻപ് മസ്കറ്റ് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അന്വേഷണ സംഘത്തിലെ, നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന ഇന്ന് മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയതെന്നുള്ളത് തന്നെയാണ്. ഈ പരിശോധനയിൽ കൃത്യമായും നടി ഉന്നയിച്ച ആരോപണങ്ങൾ സ്വാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് ഇന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ രജിസ്റ്ററിൽ നേരത്തെ നടി മാധ്യമങ്ങളിലടക്കം ആരോപണം ഉന്നയിച്ചതുപോലെ 2016-ൽ ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് ഇത്തരത്തിൽ ഈ മസ്കറ്റ് ഹോട്ടലിന്റെ 1-ാം നിലയിൽ സിദ്ദിഖ് മുറിയെടുത്തിരുന്നു. ഈ മുറിയിലേക്ക് സന്ദർശകയായി ഈ നടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കൃത്യമായും നടിയുടെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നടിയുടെ ആരോപണങ്ങൾ സത്യമാണെന്ന് പറയുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് ഈ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് സിദ്ദിഖിനെതിരായ ഒരു തെളിവുകൾ കൂടിയാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ഈ രജിസ്റ്ററിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചു. അതായത് അന്നേ ദിവസം സിദ്ദിഖ് അവിടെ താമസിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ അന്വേഷണം അതുകൊണ്ട് മാത്രം ഈ അന്വേഷണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല. വളരെ ശ്രമകരമായ ചില ജോലികൾ കൂടിയുണ്ട്. അന്നേ ദിവസം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് സിദ്ദിഖ് അവിടെ താമസിച്ചത്, അന്ന് കൂടെ സഹ നടന്മാർ ആരൊക്കെ, അന്നത്തെ ടെക്നീഷ്യന്മാരാരൊക്കെ, ഈ ഷെഡ്യൂൾ ഏത് പ്രകാരമായിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ ഏത് തരത്തിലാണ് സിദ്ദിഖിനെ ആ ഹോട്ടലിൽ താമസിപ്പിച്ചത്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് ശരിയായിരുന്നു എന്നുള്ളത് പരിശോധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പരാതികളിൽ വലിയ തരത്തിലുള്ള ഒരു പരിശോധന പല കോണുകളിലായി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ പടി എന്ന അർത്ഥത്തിൽ തന്നെ വേണം ഇന്നത്തെ SITയുടെ മസ്കറ്റ് ഹോട്ടലിലെ പരിശോധനയെ നമുക്ക് വിലയിരുത്തേണ്ടത്. തീർച്ചയായും സിജു, അത്തരത്തിൽ തന്നെയാണ്. അന്വേഷണത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഹോട്ടലിന്റെ രജിസ്റ്റർ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സിദ്ദിഖ് നിർമ്മിച്ച ഒരു സിനിമ അതിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ നടി ഈ മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രിവ്യൂ ഷോയ്ക്ക് വേണ്ടി തന്നെയാണ് സിദ്ദിഖും തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ ഷൂട്ടിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് എത്തിയതല്ല, മറിച്ച് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കാണാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സിദ്ദിഖ് അതിനൊപ്പം തന്നെ ഈ നടിയും തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളത് തന്നെയാണ്. നിള തിയേറ്ററിലായിരുന്നു ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ. അതിനുശേഷമാണ് നടി സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന തരത്തിൽ നടിയെ വിളിച്ച സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ വരാൻ പറയുന്നത്. അതനുസരിച്ചാണ് നടി ഈ മസ്കറ്റ് ഹോട്ടലിൽ എത്തുന്നത് എന്നതാണ് അന്ന് ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടി വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ആ രജിസ്റ്ററിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ രജിസ്റ്ററിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് പ്രാഥമിക തലത്തിൽ ലഭിച്ച ഒരു കാര്യമാണ്. എന്തായാലും ഇത് പ്രാഥമിക തെളിവെടുപ്പ് പരിശോധനകൾ മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും നാളുകളിലും ഇത്തരത്തിലുള്ള പരിശോധനകളും തെളിവെടുപ്പുകളും അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതലായി നടക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ കേസിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ ഈ മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്റർ
രജിസ്റ്ററുകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ രജിസ്റ്റർ പരിശോധിക്കുന്ന സമയത്ത് തന്നെ കേസ്, അതായത് നടി ഉന്നയിച്ച ആരോപണങ്ങൾ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, തെളിവുകൾ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ രജിസ്റ്ററിൽ ഈ സിദ്ദിഖ് ഈ ഹോട്ടലിന്റെ 1-ാം നിലയിൽ മുറിയെടുത്തത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 2016 ഏത് ദിവസമായിരുന്നു സംബന്ധിച്ച് മനസ്സിലാകുന്നുണ്ടോ സുലേഖ? 2016 ഇത്തരത്തിൽ ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്നിട്ടുള്ളത്. അത് കൃത്യമായി ഏത് ദിവസമാണ് എന്നുള്ളത് രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലുള്ളൊരു കാര്യം പരിശോധിച്ചത്, അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. അത് ആ ദിവസം ഏതാണ് എന്നുള്ളത് കൂടി നമുക്ക് കൃത്യമായ രീതിയിൽ അറിയേണ്ടതുണ്ട്, അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ 2016 രജിസ്റ്ററാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമുണ്ട്. 2016 ഈ മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്റർ സന്ദർശകരുടെയും ഒപ്പം ഹോട്ടലിൽ മുറിയെടുക്കുന്നവരുടെയും ഒക്കെ തന്നെയും പേരുകളും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അത് 2018 പുതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് അല്പം കഴിഞ്ഞ് നൽകാമെന്നുള്ളൊരു കാര്യമാണ് ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതിനുശേഷം ഈ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക്. തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിനെതിരെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാസ്കറ്റ് ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. അന്നേ ദിവസം സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നതായി, 1-ാം നിലയിലെ മുറിയിൽ താമസിച്ചിരുന്നതായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു. വിവരങ്ങളാണ് ഇപ്പോൾ സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.